നാളെയാണ് മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി ആരാവുമെന്ന കാര്യത്തിൽ ഇനിയും സസ്പെൻസ് തുടരുകയാണ്. മുതിർന്ന ബിജെപി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാവാനാണ് സാധ്യത കൂടുതൽ. ഇന്ന് ചേരുന്ന ബിജെപി സർവകക്ഷി യോഗം ഇക്കാര്യം തീരുമാനിക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവർ കേന്ദ്ര നിരീക്ഷകരായ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെ ഷിൻഡെ ഫട്നാവിസ് കൂടിക്കാഴ്ച നടന്നിരുന്നു. കടുത്ത നിലപാടിലായിരുന്ന ഷിൻഡെ തീരുമാനത്തിൽ ചെറിയ അയവ് വരുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഫട്നാവിസിനൊപ്പം ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്താൽ ആഭ്യന്തര വകുപ്പ് വേണമെന്നാവശ്യമാണ് ഷിൻഡെയുടെ നിലപാട്. ഷിൻഡെയുടെ കടുംപിടുത്തമാണ് സർക്കാർ രൂപീകരണം വൈകാൻ കാരണം. രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് ആഭ്യന്തരം, ധനകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകണമെന്നാണ് ആവശ്യം. മികച്ച ഭൂരിപക്ഷത്തോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വിജയിച്ചത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.